ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 9-ാം ദിവസം റുഹാദ് ഖുദാശ നമ്മുടെ കർത്താവിനെ വനത്തിലേക്ക് ആനയിച്ചതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 9-ാം ദിവസം. പരിശുദ്ധാരൂപി നമ്മുടെ കർത്താവിനെ ഉപവാസത്തിലേക്ക് നയിച്ചതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: നിന്റെ അന്തസ്സിൻ്റെ ചുമതലകളെ നിർവഹിക്കുവാൻ വേണ്ട വെളിച്ചവും ശക്തിയും നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഏകാന്തത്തിൽ നിന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാരൂപിയുടെ സ്വരത്തെ നീ കേട്ടു എന്നതെങ്ങനെ? ലോക വിഷയങ്ങളിലുള്ള അതിശ്രദ്ധ പരിശുദ്ധാരൂപി ചെല്ലുവാൻ നിനക്ക് തടസ്സമായിട്ടുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. സകലതും തന്റെ മുമ്പാകെ തുറന്ന് വെളിപ്പെട്ടിരിക്കുന്ന നിത്യപ്രകാശമായ റുഹാദ് ഖുദാശയെ സാഷ്ടാംഗമായി വീണ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപത്തിന്റെ നിഴൽ പോലും ഇല്ലാത്ത പരിശുദ്ധയായ ഈശോയെ പോലും പരീക്ഷിപ്പാൻ പിശാച് തുനിഞ്ഞതിനെ കണ്ട് ഞങ്ങൾ ഭയന്ന് ഞടുങ്ങുന്നു. പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തിന് എന്ത് സംഭവിക്കും? ആ വഞ്ചന ജയിക്കുവാൻ മിശിഹായിക്കുന്ന പ്രയാസമില്ലായിരുന്നു. പരിശുദ്ധരൂപിയെ, ആ ദുഷ്ടശത്രു ഞങ്ങളെ വിഴുങ്ങുവാനായി രാപകൽ ഓടി നടക്കുന്നതിനെ നീ കാണുന്നുവല്ലോ. ആദ്യകാലത്തിലെ പ്രഭു എന്നെ പിടിപ്പാനായി ഒളിച്ചു വെക്കുന്ന കെണികൾ അസംഖ്യമായിരിക്കുന്നു. മഹാശക്തനായി അവനോട് എതിർക്കുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? എൻ്റെ ബോധത്തിൻ്റെ ഇരുളിനെ ഞാൻ കാണുന്നു. എൻ്റെ ബലഹീനതയെ ഞാൻ ഏറ്റു പറയുന്നു. കഴിഞ്ഞ കാലത്ത് പലപ്പോഴും ഞാൻ വീണുപോതിനെ ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്യുന്നു. ഓ എൻ്റെ തുണയും ഏക അവലംബവുമായ റൂഹായെ, നിന്റെ വെളിവിനെ എനിക്ക് നൽകുക. അവൻ്റെ കെണികളെ ഞാൻ ഗ്രഹിക്കട്ടെ. നിന്റെ ശക്തിയെ എന്നിൽ പുകയ്ക്കുക. നിന്റെ ശക്തിക്കായി നിന്നെ സ്തുതിക്കുവാനായി അവൻ്റെ ശക്തിയെ ഞാൻ തകർക്കട്ടെ. തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും മൗനത്തിൻ്റെ അരൂപിയെ എന്നിൽ ചിന്തണമേ. എൻ്റെ ബോധത്തെ ഇരുളാക്കുന്ന ലോകമായെ നീ ചിതറിക്കണമേ. നിന്റെ സ്വരത്തിൻ്റെ ചെവി പോത്തുന്ന എൻ്റെ സ്വഭാവത്തെ നീ മാറ്റുക. ലോകകാര്യാധീനങ്ങളിലുള്ള അമിതമായ പക്ഷത്തെ കെടുത്തി സ്വർഗീയ കാര്യങ്ങളുള്ള ആശ എൻ്റെ ഹൃദയത്തിൽ കത്തിക്കുക. ഇങ്ങനെ എന്നാൽ കഴിയുമ്പണ്ണം പാപത്തിൻ്റെ വഴികളെ അടച്ചും നിന്റെ സഹായത്താൽ ദുരാശകളെ അമർത്തി പിശാചിനെ ജയിച്ചും അപകടം കൂടാതെ അങ്ങേ പക്കൽ വന്നു ചേർന്ന അനുഗ്രഹം എനിക്ക് തന്നണമേ എന്ന് എത്രയും എളിമയോടുകൂടി അങ്ങ് നിങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ, വീണ്ടടക്കം, സ്വനിഗ്രഹം, പ്രാർത്ഥന എന്നിവയെ അഭ്യസിപ്പിക്കുവാൻ കൂടുതലായി ഞാൻ താല്പര്യപ്പെട്ടുകൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.